പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു സിനിമ. മനുഷ്യ സഹജമായ ചില തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടാകും സിനിമയിൽ. അതുപോലെ തന്നെ തിരക്കഥയിൽ ചില ലോജിക്കില്ലായ്മ. 2006 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് ചിന്താമണി കൊലക്കേസ്. ആ ചിത്രത്തിൽ സുരേഷ് ഗോപി കോടതിയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ക്യാമറയോടൊപ്പം തന്നെ ഒരു കാടിളകി താഴേക്ക് വരുന്നതായി നമുക്ക് കാണാം. ക്യാമറമാൻ ഒരു വെറൈറ്റി പിടിച്ചതാവാം. ഹിച്ച്കോക്കിന്റെ വിശ്വപ്രസിദ്ധമായ ഡയലം ഫോർ മർഡറിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു 1989 വിജി തമ്പി സംവിധാനം ചെയ്ത് കലൂർ ഡെന്നീസ് എഴുതിയ ന്യൂ ഇയർ എന്ന സിനിമ. സുരേഷ് ഗോപി, ഉർവശി, ജയറാം, ബാബു ആന്റണി, സിൽക്ക് സ്മിത, സുകുമാരൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചത്. നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല, തോറ്റു തരില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. വില്ലൻ തീ പിടിച്ച് പിടയുന്നതിനിടയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറുകയും ഒരു സേഫ്റ്റി ജാക്കറ്റ് ഇട്ടതായും കാണാം. സുരേഷ് ഗോപിയെ പിടിച്ച് കത്തിക്കണമെന്നല്ല, പ്രേക്ഷകർ ആ സേഫ്റ്റി ജാക്കറ്റ് ഒരിക്കലും തന്നെ കാണാൻ പാടില്ലായിരുന്നു. എന്താണ് സുഹറയുടെ മെയിൽ ഐഡി? suhra_ahmad@hotmail.com. ബാപ്പച്ചിയുടെ ലെഗസി. ലെഗസി. യെസ്. പലരും പല മിസ്റ്റേക്കുകളും കമന്റ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് അടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹോട്ട്മെയിലിലേക്കാണ്. പക്ഷേ ലോഗിൻ ചെയ്ത് മെയിൽ ചെക്ക് ചെയ്യുന്നത് യാഹുവിലാണ്. അജോയ് ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. വേറെയും ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ രംഗത്തുണ്ട്. പാസ്വേഡ് തെറ്റായി കഴിഞ്ഞാൽ ഇത്രയും വലിയ അക്ഷരങ്ങളിൽ അവിടെ എഴുതി കാണിക്കില്ല. അഭിജിത്ത് ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. ശരിയായ പാസ്വേഡ് അടിച്ചതിന് ശേഷവും പാസ്വേഡ് അടിക്കാനുള്ള സ്ഥലം വീണ്ടും കാലിയായി കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇക്കാര്യം കമന്റ് ചെയ്തത് സുബിനായിരുന്നു. ജപ്പാൻ കമ്പനിയുടെ മെയിലെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആപ്പിൾ ID സെറ്റ് ചെയ്ത ഒരു മെയിലാണ്. ഇക്കാര്യം കമന്റ് ചെയ്തത് ഫൈസ് ആയിരുന്നു. പിന്നെന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ബാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം. ഈ ഒരു സീനിൽ തന്നെ ഒരു ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. അക്കാര്യം കമന്റ് ചെയ്തത് ഷുഹൈബാണ്. സുരേഷ് ഗോപിയുടെ കഥാപാത്രം ലെഗസി എന്ന പാസ്വേഡ് കണ്ടെത്തുന്ന രീതിയാണ് ഈ സീനിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒട്ടുമിക്ക മലയാള സിനിമയിലും പാസ്വേഡുകൾ കണ്ടെത്തുന്നത് ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. പാസ്വേഡുകൾ കണ്ടെത്താനുള്ള ഒരു നൂതന ടെക്നോളജിയും മലയാള സിനിമയിൽ ഉപയോഗിക്കാറില്ല. അതിനു പകരം നായകൻ അത് ഊഹിച്ച് കണ്ടെത്താറാണ് പതിവ്. അത് ഊഹിക്കാനായി സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്നത് പാസ്വേഡിൻ്റെ ഉടമ അവസാനമായി സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകളാണെന്ന വിചിത്രമായ രീതിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചത്. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും ഇതുപോലെ തന്നെ പാസ്വേഡ് ഗസ് ചെയ്ത് കണ്ടെത്തുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ അതിൽ ആ കഴിവ് നായികക്കാണെന്ന് മാത്രം. പാസ്വേഡ് കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് ആ സിനിമയിൽ ദൈവത്തിന് കൊടുക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഒരാള് അയാളുടെ ക്യാരക്ടറോ ആയോ ബിസിനസ്സോ ആയോ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാക്കായിരിക്കും പാസ്വേഡായി ഉപയോഗിക്കുക. ഇപ്പൊ ഭരത് ഷായുടെ ഭരത് ഫീഡ് ചെയ്തു, സിസ്റ്റം റിജക്ട് ചെയ്തു. ദൈവാനുഗ്രഹം പോലെ ഇന്ന് വൈകുന്നേരം എനിക്ക് ആ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് കിട്ടി. 2005 സുരേഷ് ഗോപി ചിത്രം ടൈഗറിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. ജപ്പാനിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത കമ്പനി ബ്ലൂ ഡയമണ്ട് ഇൻകോർപ്പറേറ്റഡ് ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഗുഡ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നമുക്ക് വേണ്ടപ്പെട്ട NRIs പിന്നെ പേരിന് 4 ജപ്പാൻകാരും. നമ്മൾ ഫ്ലോട്ട് ചെയ്ത കമ്പനി ബ്ലൂ ഡയമണ്ട് ഇൻകോർപ്പറേറ്റഡ് ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നമുക്ക് വേണ്ടപ്പെട്ട NRIs പിന്നെ പേരിന് 4 ജപ്പാൻകാരും. ഈ ഡയലോഗ് പറയുമ്പോൾ രാജൻ പി ദേവ് അവിടെ നിൽക്കുകയായിരുന്നു. ക്യാമറയിൽ ഷൂട്ട് ചെയ്ത രംഗം കാണിക്കുമ്പോൾ രാജൻ പി ദേവ് അവിടെ ഇരിക്കുമ്പോഴാണ് ആ ഡയലോഗ് പറയുന്നതായി കാണിക്കുന്നത്. 2006 സുരേഷ് ഗോപി ചിത്രം ചിന്താമണി കൊലക്കേസിലും അതുപോലെ ഒരു രംഗം കാണാം.
ഒരു സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് തന്നെ രാത്രിയായി പോകുന്നു. 2005 രഞ്ജി പണിക്കരുടെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഭരത് ചന്ദ്രൻ IPS. ഗേറ്റിനിടിക്കുമ്പോൾ ആ സൈറൻ ലൈറ്റ് തകർന്നു പോകുന്നത് വ്യക്തമായി കാണാം. പക്ഷെ അടുത്ത ഷോട്ടിൽ ആ ലൈറ്റ് വീണ്ടും പുനർജനിക്കുകയാണ്. എവിടെ കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം, ഞങ്ങൾ എത്തിക്കോളാം. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത് ഈ സീനിനെ കുറിച്ചായിരുന്നു. ഫോണിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി സംസാരിക്കുന്നത് എപ്പോൾ എന്നാണ്, പക്ഷേ ഡബ് ചെയ്തിരിക്കുന്നത് എവിടെയെന്നുമാണ്. ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത് സൗമ്യ സണ്ണി എന്ന സബ്സ്ക്രൈബറാണ്. 1990 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ക്ലാസിക് ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. സിനിമയിലെ ഒരു അബദ്ധത്തെക്കുറിച്ച് നാം ആദ്യം സംസാരിച്ചിരുന്നു. ഇതിൽ നാം സംസാരിക്കാൻ പോകുന്നത് ആ സിനിമയുടെ തിരക്കഥയിലെ ഒരു ലോജിക്കില്ലായ്മയെക്കുറിച്ചാണ്. സിനിമ കണ്ടവർക്കറിയാം സേതുമാധവന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടിയാണ് മായ ആ നാട്ടിലേക്ക് വരുന്നത്. ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ടാ ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. സിസ്റ്റർ ആനിൽ നിന്നുമാണ് ആൻഡ്രൂസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മായ അറിയുന്നത്. ആൻഡ്രൂസിന് ബോംബെയിൽ എന്താണ് സംഭവിച്ചതെന്ന് സേതുമാധവൻ വന്ന് പറയുമ്പോഴാണ് ആനി അറിയുന്നതും ആനി അറിഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് മായയോട് പറയുന്നതും. ആനി അവസാനമായി സേതുമാധവനെ കാണുന്നത് സേതുമാധവൻ ജോൺ ഹോനായെ കാണാൻ വേണ്ടി ബോംബെയിലേക്ക് തിരിക്കുന്നിടത്താണ്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. അതിനുശേഷം സേതുമാധവന് എന്താണ് സംഭവിച്ചതെന്ന് സിസ്റ്റർ ആനി അറിഞ്ഞതെങ്ങനെയാണ്? പെട്ടിയിൽ കല്ല് നിറച്ചു കൊണ്ടുപോയതും ശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ സിസ്റ്റർ ആനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ജോൺ ഹോനായി ആയിരിക്കാം കൊന്നതെന്ന് ഊഹിക്കാമെന്നല്ലാതെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും പറയാൻ എങ്ങനെയാണ് സിസ്റ്റർക്ക് സാധിക്കും? ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്തൊരു കാര്യമാണ് 2005 ടൈഗർ എന്ന സിനിമയിലെ ക്ലൈമാക്സിലെ ഈ രംഗം. ഈ സിനിമയിലെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്ന വില്ലൻ മുസാഫിറിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്റ്റിംഗ്വിഷ്ഡ് മെമ്പർ ഓഫ് രാജ്യസഭ, പിൻവാതിലൂടെ അധികാരം പിടിച്ചടക്കുന്ന അവിടെ മരിച്ചു കിടക്കുന്ന മുസാഫിർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതറിയാൻ. പെട്ടെന്ന് കാണുമ്പോൾ സിദ്ദിഖ് അങ്ങോട്ട് വന്ന് വീണതാണെന്ന് തോന്നാം. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഈ ശവം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത്? 1995 സുരേഷ് ഗോപിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഹൈവേ. ആ സിനിമയിൽ വിജയരാഘവനും സുരേഷ് ഗോപിയും ചേർന്ന് ഒരു ടെക്നിക്കിലൂടെ ചെക്ക് പോസ്റ്റ് രജിസ്റ്ററിലെ വിവരങ്ങൾ കൈക്കലാക്കുന്ന ഒരു രംഗമാണിത്. ഞാൻ അല്പം ചീപ്പാകാൻ പോവാ, സാറിൽ ഇടപെടണ്ട. എന്തിനാ സാറേ സോഡയും ഈ കട്ടൻ ചായയും? അയ്യോ അതൊക്കെ ഉണ്ട് ചേട്ടാ, ഇങ്ങനത്തെ. കൊച്ചു വെളുപ്പാങ്കാലത്ത് തണുപ്പല്ലാതെ പിന്നെ എന്താ? ആ സീൻ തുടങ്ങുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുക. ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ചായ വാങ്ങുന്ന രംഗങ്ങളിൽ ഉപയോഗിച്ച വസ്ത്രമല്ല ചെക്ക് പോസ്റ്റ് രംഗങ്ങളിൽ ഉപയോഗിച്ചത്. വസ്ത്രത്തിന്റെ കണ്ടിന്യൂറ്റി മാറിപ്പോയതാണ്. 2008 നിസാർ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് ബുള്ളറ്റ്. സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കല്ലമ്പള്ളി മനക്കൽ പരശുരാമ പട്ടേരി എന്ന കഥാപാത്രം ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. ഷൂട്ടിംഗ് കാണാൻ വന്ന നാട്ടുകാരെ പല സിനിമകളിലും പല ഷോട്ടിലും നമുക്ക് കാണാം. നാട്ടുകാർ കൂട്ടം കൂടി നിൽക്കുന്നു എന്ന് മാത്രമാണ് അത് അർത്ഥമാക്കാറുമുള്ളത്. എന്നാൽ ഈ സിനിമയിൽ അവരെ നിയന്ത്രിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെയും വ്യക്തമായി കാണാം. 1994 രഞ്ജി പണിക്കർ എഴുതി ഷാജി കല സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായ കമ്മീഷണർ റിലീസാകുന്നത്. ആ സിനിമയിലെ ഒരു ചേസ് രംഗമായിരുന്നു ഇത്. കാറിലൊരു കറുപ്പ് കൂടി വാർത്തേ, അതിൽ കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? ക്യാമറയോടൊപ്പം തന്നെ ഫ്രെയിമിൽ ഒരു കറുത്ത തുണിയും സഞ്ചരിക്കുന്നത് കാണാം. ക്യാമറയ്ക്ക് കൂടെ വെച്ച കറുത്ത തുണി ഫ്രെയിമിൽ വന്നെങ്കിലും അത് കട്ട് ചെയ്യാതെ പ്രേക്ഷകനെ കാണിക്കുകയും ചെയ്തു. അടുത്തത് ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളാണ്. 2001 SN സ്വാമി എഴുതി K മധു സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് നരിമാൻ. ഒരു കരിക്ക് തരാമെന്ന് വെച്ചാലോ, തെങ്ങ് മുഴുവൻ മണ്ടരി. ഈ ഒരു രംഗത്ത് സുരേഷ് ഗോപി വന്നു നിൽക്കുന്നത് ഒരു കാർപ്പറ്റിന്റെ മുകളിലാണ്. ഞാനും കരുതി എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യാം. ഞാനേ നിന്ന നിൽപ്പിൽ തന്നെ സുരേഷ് ഗോപിയുടെ കാലിനടിയിലുള്ള ആ കാർപ്പറ്റ് കാണാതെയാകുന്നു. ഈ നാരായണ
ഈ ഒരു രംഗത്ത് കാർ ഡോറിന്റെ ഗ്ലാസ് മുഴുവനായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ഷോട്ടിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഫുള്ളായി താഴ്ത്തി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അന്നത്തെ അംബാസഡറിന്റെ ഒരു പുത്തൻ ടെക്നോളജി ആയിരിക്കാം അത്. ഇവ രണ്ടും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ മാത്രമാണ്. 2023 മിഥുൻ മാനുവൽ തോമസ് എഴുതി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഗരുഡൻ. ആ സിനിമയിൽ കോടതിയിൽ വെളിപ്പെടുത്തുന്ന ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഇത്. ജയിലിൽ വെച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 2016-19 ബാച്ചിൽ LLB പാസ്സായിട്ടുള്ള ആളാണ് ഞാൻ. പ്രൊഫസർ നിശാന്ത് ജയിലിൽ വെച്ച് LLB പഠിച്ചെന്ന കാര്യം അതാരും അറിയാതെ പോയെന്ന് സുരേഷ് ഗോപിയുടെ കഥാപാത്രം പിന്നീട് പറയുന്നുമുണ്ട്. ജയിലിൽ നിന്ന് പഠിച്ച് ലോ ബിരുദം എടുത്താൽ അതൊരു വലിയ വാർത്തയാവും. പക്ഷെ നിഷാന്ത് അത് മറച്ചു വെച്ചു. പക്ഷേ ഈ ഒരു ട്വിസ്റ്റ് അതിനെല്ലാം മുമ്പ് തന്നെ സുരേഷ് ഗോപി അടക്കം എല്ലാവരും അറിയുന്നുണ്ട്. കുപ്രസിദ്ധമായ തെരേസ കേസിൽ കുറ്റവാളിയായിരുന്ന അഡ്വക്കേറ്റ് നിഷ പുനർവിചാരണ ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. കാരണം ഈ ഒരു TV വാർത്തയിൽ അഡ്വക്കേറ്റ് നിശാന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിശാന്ത് അഡ്വക്കേറ്റായ കാര്യം എല്ലാവർക്കും ആദ്യമേ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കോടതിയിൽ അതൊരു ട്വിസ്റ്റായി അറിയുന്നതും അതിനുശേഷം ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതും എല്ലാം എന്തിനാണ്? സിനിമയുടെ കഥയിൽ അത് കോടതിയിൽ വെളിപ്പെടുത്തുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒരു ഡബ്ബിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് അത് ആദ്യം തന്നെ വെളിപ്പെട്ടു പോയത്. എല്ലാത്തിനും മുമ്പ് കാണിക്കുന്ന വാർത്ത ഡബ് ചെയ്തപ്പോൾ പ്രൊഫസർ നിശാന്തിന് പകരം അഡ്വക്കേറ്റ് നിശാന്ത് എന്ന് പറഞ്ഞു പോയതായിരിക്കാം. അല്ലെങ്കിൽ ആ ഡയലോഗ് എഴുതി കൊടുത്തയാൾക്ക് പറ്റിയൊരു തെറ്റായിരിക്കാം അത്. കാൻമാക്സ് ഓൺലൈൻ എന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു അമൃത്ലാൽ ഈ ഒരു അബദ്ധത്തെ കുറിച്ച് പറഞ്ഞത്. ഡമ്മി വെച്ച് നാഗാവല്ലിയെ മാത്രമല്ല പ്രേക്ഷകരെയും ഒന്ന് നൈസായി പറ്റിച്ചിട്ടുണ്ട്. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് FIR. ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ? രക്തം വാർന്നു മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഫോട്ടോയിൽ നിന്നും രക്തത്തിന്റെ തീവ്രത എത്രയുണ്ടെന്ന് അളക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ് നായകൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്റൻസിറ്റി ലെസ് എന്ന് എഴുതി വെക്കുന്നുണ്ട് അവിടെ. നോ ഡൗട്ട് ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു പടർന്നതല്ല. ഒറിജിനൽ ബ്ലഡ് സ്റ്റെയിൻ. ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണിത്. Are you sure? 100%. അതുപോലെ തന്നെ ഡെത്ത് ആഫ്റ്റർ 5 hours എന്നും എഴുതി വെക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയ്ക്കും സാധ്യതകൾ ഫോട്ടോഷോപ്പിനുണ്ടെന്ന് ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. വിജയ് തമ്പിയുടെ 2000 റിലീസ് ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് സത്യമേവ ജയതേ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. കാറിന്റെ വളരെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ആദ്യം ബുള്ളറ്റ് നിർത്തുന്നത്. പിന്നീട് സംസാരിക്കുന്നതിനിടയിൽ ബുള്ളറ്റിന്റെ ദൂരം കുറച്ചുകൂടി ബാക്കോട്ട് പോകുന്നു. പക്ഷെ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ബുള്ളറ്റ് വളരെയധികം ദൂരത്തേക്ക് എത്തിയിരുന്നു. നിന്ന നിൽപ്പിൽ സ്ഥലം മാറാനുള്ള സുരേഷ് ഗോപിയുടെ പ്രത്യേക കഴിവാണ് ഈ സിനിമയിൽ കാണുന്നത്.